മഹത്തായ ഷഅബാൻ മാസത്തിന് നിരവധി മഹാത്മ്യങ്ങളുണ്ട്. അതിൽ ചിലത് ഒന്ന്, ഷഅബാൻ എന്ന പേരിന് തന്നെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഷറഫ്, ഉലുവ്, ബറക്കത്ത്, ഇൽഫത്ത്, നൂറ് അഥവാ മഹത്വം, മേന്മ, ബറക്കത്ത്, ഇണക്കം, പ്രകാശമൊക്കെ സൃഷ്ടികൾക്ക് ചൊരിയുന്ന മാസമാണ്. രണ്ട്, മഹാന്മാർ വളരെയധികം ആദരിച്ച മാസമായിരുന്നു. അതിൽ സക്കാത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്യാൻ ഈ മാസത്തെ അവർ തിരഞ്ഞെടുത്തിരുന്നു. മൂന്ന്, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുന്ന മാസമാണ്. സഹാബികൾ, മുൻഗാമികളുമൊക്കെ ഷഅബാനായാൽ ഖുർആൻ പാരായണത്തിന് വേണ്ടി തന്നെ അവർ സമയം മുഴുവനും ചെലവഴിച്ചിരുന്നു. നാല്, സ്വലാത്തിൻ്റെ മാസമാണ്. സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചെല്ലണമെന്നുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങിയത് ഈ മാസത്തിലാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. അഞ്ച്, സുന്നത്ത് നോമ്പിൻ്റെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു മാസങ്ങളേക്കാൾ പരിശുദ്ധമായ ഷഅബാനിൽ സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിച്ചിരുന്നു എന്ന് ആയിഷ ബീവിയുടെ ഹദീസിൽ നമുക്ക് കാണാം. ആറ്, ഖിബല മാറ്റം നടന്ന മാസമാണ്. പരിശുദ്ധമായ കഅബാലയത്തിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബാലയത്തിലേക്ക് ഖിബലയുടെ മാറ്റം നടന്നത് ഈ മാസത്തിലാണ്. ഏഴ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്യത്ഭുത മുഅ്ജിസത്തായ ചന്ദ്രനെ പുലർത്തിയ സംഭവം നടന്നത് ഈ മാസത്തിലാണ്. എട്ട്, ഉമ്മത്തുകളിൽ നിന്ന് കാഫിറുകളും മുനാഫിക്കുകളും ഒഴികെയുള്ളവർക്കെല്ലാം ശഫാഅത്തിന് പ്രവാചകന് സമ്മതം ലഭിച്ച മാസവും ഈ ഷഅബാനാണ്. ഒൻപത്, അതിമഹത്തായ പോരിശയുള്ള ബറാഅത്തിൻ്റെ രാവുള്ള മാസവും ഈ പരിശുദ്ധ ഷഅബാനിലാണ്.